മെസ്സേജ് അയക്കുന്നു, റിമ വരുന്നു അല്ലേ? അല്ല, ഞാൻ അവിയൽ ബാൻഡിന്റെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതാണ്. ഞാൻ ദ ഫസ്റ്റ് സംസാരം അവിയൽ ബാൻഡിനെ കുറിച്ചായിരുന്നു എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇറ്റ് വാസ് എ ട്രിവിയ. നിങ്ങളുടെ ടിആർപി റേറ്റിംഗ്സ് കൂടട്ടെ. ഇത് കാണിച്ചത് വേറെ എന്തിനു വേണ്ടിയാണ്? ഞങ്ങള് ചാടിക്കേറിയത് പറയും ചെയ്തു. ഇത് അല്ല, ക്ലിപ്പ് കാണിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അവിയൽ ബാൻഡിനുള്ള പ്രാധാന്യത്തെ പറയാൻ വേണ്ടിയും ഈ അവിയൽ ബാൻഡിന് മറക്കാൻ പാടില്ല, ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ്, ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. കറക്റ്റാണ് ഉത്തരം. കറക്റ്റല്ല ഉത്തരം. കറക്റ്റ്. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുകയുള്ളൂ, അതിനകത്തൊരു ഉത്തരമുണ്ട്. നിങ്ങൾ തന്നെ ഞോണ്ടിയെടുത്തിട്ട് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി എവിടെയോ വർക്കൗട്ട് ചെയ്തിരുന്നല്ലേ? ആഷിഖ് കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്നല്ലേ റിമേ? പിന്നെ ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ടും. എനിക്ക് ഋതു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഋതുവിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് റിമയ്ക്കും ആസിഫിനുമാണ്. ഈ രണ്ടുപേരെയും ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. പിന്നീടുള്ള സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈവൻ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ സമയത്ത് അത് വിശ്വസിച്ചില്ല. ഞാൻ വിശ്വസിച്ചില്ല. അത് അവളോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നീടുള്ള ശ്യാമിൻ്റെ ഋതു കണ്ടു, റിമയുടെ അഭിനയത്തെക്കുറിച്ച് വലിയൊരു മതിപ്പ് തോന്നി അല്ലേ? പിന്നീട് റിമ അഭിനയിച്ച മറ്റ് സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ലായിരുന്നു. അധികം ഞാൻ കണ്ടിട്ടില്ല. മുമ്പാണ് സിറ്റി ഓഫ് ഗോഡ് കാണുന്നത്. അതെ, 20K ചെയ്യണതിന് മുമ്പാണ് ഞാൻ DVD-യിൽ. പക്ഷെ ഋതു കണ്ടപ്പോൾ തന്നെ ഒരുപക്ഷെ ആഷിഖിനെ എടുക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു സിനിമയിൽ റിമ ഉണ്ടായിരിക്കണമെന്ന് എവിടെയെങ്കിലും? അയ്യോ, ഞാൻ അന്നും എനിക്ക് 20K എന്നുള്ള പ്ലാനേ ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിൽ അടിച്ചില്ല അന്നും? അടിച്ചിട്ടില്ല. 20K വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റാണ് ശരിക്കും. ശരി, നമുക്ക് വേറൊരു ട്രാക്ക് കയറി പിടിക്കേണ്ട സമയമായിരിക്കും. ഇതൊരു സിനിമ പോലെ വേറൊരു ട്വിസ്റ്റിലേക്ക് പോകും. കുഞ്ഞോടൊരു കാര്യം ചോദിക്കാനുള്ളത്, നീ കുഞ്ഞുനാളിൽ തന്നെ ഒരു കാര്യവും പാചകമായാലും വീട്ടിലെ ജോലിയായാലും ഒന്നും ചെയ്യാറില്ല, ഞാൻ നിർബന്ധിക്കാറുമില്ല. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, ആഷിക്ക് ഒരു കറിയെങ്കിലും ഉണ്ടാക്കി നീ ചെയ്ത് എനിക്ക് തരണം, പഠിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ അമ്മ പഠിപ്പിച്ചായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് നീ ചെയ്തു കൊടുത്തോ? ഇനി ഞാൻ ഒരു സത്യം പറയാം. ഈ അഭിമുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആഷിഖ് എന്നെ വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം. ഞാൻ പറയാതെ വിശ്വസിക്കാൻ എടുത്തോളൂ. ഇല്ല, കണ്ടോ അവിടെ. അപ്പോൾ കറി വെച്ചോ? സത്യം പറ, ഇതോടെ വെച്ചിട്ടില്ല. വെച്ചോ? ഇല്ല. അന്ന് വെച്ചു. വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കാലമായിട്ട് അത് അമ്മ ഒരു 2 കറി, എന്നാണ് ചിക്കൻ കറിയും ഫിഷ് കറിയും, മീൻ കറി മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ഒന്ന് കൂട്ടിച്ചേർത്തു. അമ്മ ഒരു ആർട്ടിസ്റ്റ് ആണ്, ഇംപ്രവൈസേഷൻ അവിടെ നടത്തി. ചിക്കൻ കറി എന്ന് പറഞ്ഞു. അത് ചിക്കൻ കറിയും മീൻ കറിയും വെപ്പിക്കാൻ പഠിപ്പിച്ചിട്ടാണ് ആഷിഖിന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം എന്ന് പറഞ്ഞത്. അല്ല, വെച്ച ശേഷം അടുത്ത് ആഷി 2-3 പ്രാവശ്യം ഇത് സൂചിപ്പിക്കുകയുണ്ടായപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ അതെങ്ങനെയാ പരിപാടി, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഗാങ്സ്റ്ററിന്റെ ഇടയിൽ പെട്ട് എന്തായാലും ഈ അഭിമുഖം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒരു ചിക്കൻ കറി അങ്ങ് വെച്ച് കളയാ. ഓൾറെഡി അവിടെ മീൻകറി ഉണ്ട്. വേറൊരു ദിവസം. എന്നാലും വേറെ ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ശരി.